പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തുപോയ പൗരന്മാർക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അതിവേഗം തന്നെ അവരുടെ സുരക്ഷാ കാര്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ നടപടികളും കേന്ദ്രം സ്വീകരിക്കും. ഖമേനി ഭരണകൂടത്തിനെതിരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ 2 വാണിജ്യ വിമാനങ്ങൾ ഇന്നലെ രാത്രി ഡൽഹിയിൽ ഇറങ്ങി. ഇവ പതിവ് വിമാനങ്ങളായിരുന്നു. ഏതെങ്കിലും ഒഴിപ്പിക്കൽ ശ്രമങ്ങളുടെ ഭാഗമല്ല. ഖമേനി ഭരണകൂടത്തിനെതിരെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ 2 വാണിജ്യ വിമാനങ്ങൾ ഇന്നലെ രാത്രി വൈകി ഡൽഹിയിൽ ഇറങ്ങി. ഇവ പതിവ് വിമാനങ്ങളായിരുന്നില്ല. ഏതെങ്കിലും ഒഴിപ്പിക്കൽ ശ്രമങ്ങളുടെ ഭാഗമല്ല. ഇന്ത്യയിൽ തിരിച്ചെത്തിയ പൗരന്മാർ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിന് നൽകിയ സഹായത്തിന് നന്ദി പറയുകയും ചെയ്തു. ഇറാനിൽ നിന്ന് പലായനം ചെയ്യുന്നതിനായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഉപദേശങ്ങൾ നൽകുകയും ഇന്ത്യൻ തീർത്ഥാടകർ, വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ എന്നിവരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു MBBS വിദ്യാർത്ഥിനി പ്രതിഷേധങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും എന്നാൽ ഒരു പ്രക്ഷോഭവും താൻ കണ്ടിട്ടില്ലെന്നും ഇന്റർനെറ്റ് ഇല്ലെന്നും പറഞ്ഞു. 1 മാസമായി ഇറാനിലായിരുന്ന മറ്റൊരു ഇന്ത്യൻ പൗരൻ പറഞ്ഞു, കഴിഞ്ഞ 2 ആഴ്ചയായി തനിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും. ഞങ്ങൾ പുറത്തു പോകുമ്പോൾ പ്രതിഷേധക്കാർ കാറിന് മുന്നിൽ വരുമായിരുന്നു. അവർ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇന്റർനെറ്റ് ഇല്ലായിരുന്നു. അതിനാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ അല്പം ആശങ്കാകുലരായിരുന്നു. എംബസിയുമായി ബന്ധപ്പെടാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിൽ ജോലിക്കായി പോയ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പറഞ്ഞു, ഇപ്പോൾ സ്ഥിതി മെച്ചപ്പെട്ടുവെന്നും ഹ്രസ്വമായ താമസത്തിനിടയിൽ താൻ നേരിട്ട ഒരേയൊരു പ്രശ്നം നെറ്റ്വർക്ക് പ്രശ്നങ്ങളാണെന്നും. ആളുകൾ ആശങ്കാകുലരായിരുന്നു. പക്ഷേ ഇപ്പോൾ ടെഹ്റാനിൽ സ്ഥിതി സാധാരണ നിലയിലാണ്. തീപിടുത്തമുണ്ടായി. പ്രതിഷേധങ്ങൾ അപകടമായിരുന്നു. എന്നിരുന്നാലും ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതിഷേധക്കാർ കുറവായിരുന്നു. വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു പൗരൻ വ്യക്തമാക്കി. ഡിസംബർ അവസാനത്തോടെ ഇറാനിൽ സംഘർഷം ഉടലെടുത്തു. ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ നടന്ന അക്രമാസക്തമായ അടിച്ചമർത്തലിൽ ഏകദേശം 3000 പേർ കൊല്ലപ്പെട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തമ്മിലുള്ള ഭീഷണി കൈമാറ്റം ഒരു സൈനിക സംഘടനത്തെക്കുറിച്ചുള്ള ആശങ്കയും ഉയർത്തി. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരായ ആക്രമണാത്മക നിലപാട് ട്രംപ് ഉപേക്ഷിച്ചതോടെ സ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ടതായി തോന്നുന്നു. ഇറാനിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. 9000-ലധികം പൗരന്മാർ ആ രാജ്യത്തിലുണ്ട്. ഇറാന്റെ ആഭ്യന്തര സാഹചര്യം അതീവ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിൽ അവിടെയുള്ള 9000-ഓളം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ ആരംഭിച്ച നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇറാനിലുള്ള ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.